ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ശിവശങ്കര സായി. ഭർത്തൃമരണശേഷം ഈശ്വരാംബ പ്രശാന്തി നിലയത്തിൽ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയ കാലം. ധാരാളം ദിവ്യദർശനങ്ങളും അനുഭൂതികളും അമ്മയ്ക്കുണ്ടായി. ഒരിക്കൽ സ്വാമിയെ പരമേശ്വരനായി അമ്മ ദർശിച്ചു. അവർ വിസ്മയത്തോടെ പരിഭ്രമത്തോടെ പറഞ്ഞു, സ്വാമി, സ്വാമിയുടെ കഴുത്തിൽ സർപ്പം ചുറ്റിക്കിടക്കുന്നു. പുഞ്ചിരിയോട് സ്വാമി അരുളി, ഇല്ല, എൻ്റെ ശരീരത്തിൽ സർപ്പങ്ങളൊന്നുമില്ലല്ലോ. ഉവ്വ്, ഞാൻ കണ്ടതാണല്ലോ. അമ്മ മുറിയിൽ സർപ്പത്തെ തിരയാൻ തുടങ്ങി. പക്ഷെ ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. കൗസല്യയും യശോദയും അനുഭവിച്ച മഹാഭാഗ്യം ഈശ്വരന്റെ പ്രത്യക്ഷ ദിവ്യദർശനം ഈശ്വരാംബയ്ക്ക് കിട്ടി. പക്ഷേ പുത്രവാത്സല്യം എന്ന മായ പലപ്പോഴും അവരെ ആ ദർശന മഹിമയുടെ പ്രഭാവത്തിൽ നിന്ന് അകറ്റി നിർത്തി. സത്യൻ കൃഷ്ണൻ തന്നെ. ഒരു ഉച്ച കഴിഞ്ഞ സമയം ഒരുപറ്റം ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട് അമ്മ എഴുന്നേറ്റു. വന്നവർ തിരക്കി, എവിടെ സത്യൻ? ഈശ്വരാംബ കാര്യം എന്തെന്ന് തിരക്കി. ഒരാൾ പറഞ്ഞു, അമ്മേ, അമ്മയുടെ മകൻ ഷിർദിയിലെ സായിബാബയാണ്. ഉറവക്കൊണ്ടയിൽ വെച്ച് സത്യൻ എന്നോട് ഷിർദിയിലെ ചരിത്രമെല്ലാം വ്യക്തമായി പറഞ്ഞു കേൾപ്പിച്ചു. ഗുസ്തി മത്സരം, ദാസ്ഗനുവിന്റെ കച്ചേരി, സായിനാഥൻ ധരിച്ചിരുന്ന വസ്ത്രം, തലപ്പാവ് തുടങ്ങിയവ എല്ലാം വളരെ കൃത്യമായി സത്യൻ എന്നോട് വിവരിച്ചിരുന്നു. മറ്റൊരാൾ പറഞ്ഞു, അമ്മയുടെ മകൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. ആ വാക്കുകൾ കേട്ട് അന്തിച്ചു നിന്ന അമ്മയോട് അയാൾ സ്വന്തം അനുഭവം വിവരിച്ചു. ഉറവക്കൊണ്ടയിൽ വെച്ച് സത്യൻ എന്നോട് താൻ കൃഷ്ണൻ എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാനായില്ല. ഉടൻ തന്നെ സത്യൻ എന്നെ സ്വന്തം നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കേട്ടോളൂ, ശ്രീകൃഷ്ണന്റെ വേണുനാഥം. ഞാനത് കേട്ടമ്മേ. അത് പറയുമ്പോൾ അയാൾ രോമാഞ്ചം പൂണ്ടിരുന്നു. കൺകോണുകളിൽ അശ്രുക്കൾ പൊടിഞ്ഞിരുന്നു. അമ്മ ഇതെല്ലാം കേട്ട് ഉദ്വേഗം പൂണ്ടു. വിശ്വാസവും അവിശ്വാസവും മനസ്സിൽ ശക്തമായ തിരകൾ ഉയർത്തി. അവർ ചോദിച്ചു പോയി, അപ്പോൾ സത്യന്റെ കയ്യിൽ കണ്ണന്റെ ഓടക്കുഴലുണ്ടായിരുന്നുവോ? അതിന് മറുപടി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന സത്യസായി തന്നെ ആയിരുന്നു. ഉവ്വ്, അതെൻ്റെ കയ്യിൽ എപ്പോഴുമുണ്ട്. എപ്പോഴും എൻ്റെ കൈവശം അതുണ്ടായിരുന്നു. ഞാൻ കൃഷ്ണൻ തന്നെ. സ്വാമിയുടെ വാക്കുകൾ കേട്ട് ഈശ്വരാംബ ദീർഘശ്വാസം വിട്ടു. ശ്രദ്ധിച്ചു കേട്ടോളൂ, സ്വാമി തുടർന്ന് പറഞ്ഞു. ആ സമയം ഈശ്വരാംബ മന്ദിരത്തിലിരിക്കുകയായിരുന്നു. ഇനി അത് എന്നിൽ വിലയം പ്രാപിക്കുന്നതും അറിഞ്ഞുകൊള്ളൂ. കനത്ത നിശബ്ദത ഹാളിൽ നിറഞ്ഞു. മന്ദിരത്തിന്റെ വരാന്തയിലൂടെ ആരോ മെതിയടിയിട്ട് നടക്കുന്ന ശബ്ദം അമ്മ ശരിക്കും കേട്ടു. ഹാളിനകത്തേക്ക് ആ ശബ്ദം കടന്നു വന്നു. വലതുകാലും ഇടതുകാലും മാറി മാറി വെക്കുന്ന ശബ്ദം സുവ്യക്തമായിരുന്നു. ഇതിനകത്ത് ആരും ചെരുപ്പിടാറില്ല. നിഷ്കളങ്കയായ ആ അമ്മ പറഞ്ഞുപോയി. മെതിയടി ശബ്ദം സമീപം എത്തി. പക്ഷേ ആളെ കാണാനില്ല. സത്യന് സമീപം ചെന്ന് അത് നിലച്ചു. സത്യൻ മെല്ലെ പറഞ്ഞു, പൊളിഞ്ഞ ആ മുസ്ലിം പള്ളിയിലിരുന്ന് മുരളി ഊതിയപ്പോൾ അതായിരുന്നു ഞാൻ. ആ വാക്കുകൾ എത്ര കണ്ട് അമ്മയ്ക്ക് ഉൾക്കൊള്ളാനായി എന്നത് വ്യക്തമല്ല. പിന്നീട് ഷിർദിയിലെ സായിയെക്കുറിച്ചുള്ള കഥകൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈശ്വരാംബ. ആ പുണ്യകഥയെ ആശ്രയിച്ചു തന്നെ ഒരിക്കൽ വീറോടെ അമ്മ ഭഗവാനോട് ചോദിച്ചു, ആ സായിബാബ ഷിർദിയിൽ വന്ന കാലം മുതൽ ഒടുക്കം വരെ അവിടെ നിന്ന് എങ്ങും പോയിട്ടില്ല. സ്വാമിയാകട്ടെ ഇവിടെ ഒരു നിമിഷം ഇരിക്കുന്നുമില്ല. അതെന്ത്? മകനെ എങ്ങും പോകാതെ തളച്ചിടാനായി അമ്മ ചോദ്യം ചെയ്തു. ഭഗവാൻ പുഞ്ചിരിയോട് പറഞ്ഞു, അതെ, അതിനൊരു മാറ്റം വരുത്തേണ്ട സമയമായി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വീണ്ടും വരേണ്ടി വന്നത്. എൻ്റെ ജനങ്ങൾ എവിടെയാണെങ്കിലും എനിക്ക് അവിടെ ചെന്ന് അവരെ രക്ഷിക്കേണ്ടതുണ്ട്. മകനെ തൻ്റെ മാതൃസ്നേഹപാശങ്ങളാൽ കെട്ടിയിടാനാവില്ലെന്ന് അമ്മ ഒരിക്കൽ കൂടി മനസ്സിലാക്കി. വിഷബാധ. ഒരിക്കൽ ചില പരിചയക്കാർ സത്യനെ ഊണ് കഴിക്കാനായി അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഭക്ഷണത്തിൽ വിഷം കൊടുത്തു കൊല്ലുകയായിരുന്നു ഉദ്ദേശ്യം. ദിനംപ്രതി വർദ്ധിക്കുന്ന സത്യന്റെ പ്രശസ്തി അസൂയ മൂലം അവർക്ക് അസഹനീയമായി. എല്ലാം അറിയുന്ന സത്യൻ ക്ഷണം സ്വീകരിച്ചു. ഭക്ഷണം കഴിച്ചു മടങ്ങി. വീട്ടിലെത്തിയപ്പോഴേക്കും ശരീരം നീല നിറമായി, മുഖം വിളറി, കണ്ണുകൾ കുഴിഞ്ഞു തുടങ്ങി, വായിൽ കൂടി നുരയും പതയും വരാൻ തുടങ്ങി. ഈശ്വരാംബ പരിഭ്രമിച്ച അവശയായി. ഉടൻ സത്യൻ ഈശ്വരാംബയോട് വലതുകരം വൃത്താകൃതിയിൽ ചുഴറ്റാൻ പറഞ്ഞു. അമ്മ അനുസരിച്ചു. തൻ്റെ കയ്യിൽ എന്തോ രൂപപ്പെടുന്നത് അമ്മ അറിഞ്ഞു. സ്വാമി, ഇതാ എൻ്റെ കയ്യിൽ വിഭൂതി, അവർ ആശ്ചര്യത്തോടെ പറഞ്ഞു. സത്യന്റെ നിർദ്ദേശപ്രകാരം ആ വിഭൂതി ജലത്തിൽ കലർത്തി ഈശ്വരാംബ കൊടുത്തു. അത് സേവിച്ചതോടെ ശരീരത്തെ ബാധിച്ച വിഷവീര്യം കെട്ടടങ്ങി.
കുറച്ചു സമയത്തേക്ക് സ്വാമി തൻ്റെ ദിവ്യശക്തി അമ്മയിലേക്ക് പകർന്നതായിരുന്നു അത്. അമ്മയുടെ ദുഃഖം. ആദ്യകാലങ്ങളിൽ ഭഗവാനെ സേവിക്കാൻ ഭാഗ്യം കിട്ടിയ പുണ്യവതിയായ സുശീലമ്മയോട് ഒരിക്കൽ വേദനയാൽ പിടയുന്ന മനസ്സോടെ ഈശ്വരാമ്പ പറഞ്ഞു, നിങ്ങൾ എന്നെ എത്രയേറെ പുകഴ്ത്തുന്നു, പക്ഷെ ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയുമോ? എൻ്റെ കുഞ്ഞ് അമൂല്യ രത്നമെന്ന് നിങ്ങൾ പറയുന്നു. എന്തായിരുന്നു ചെറുപ്പത്തിലെ അവൻ്റെ അഴകും വശ്യതയും! എൻ്റെ സത്യനുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞും ഗ്രാമത്തിൽ എങ്ങുമില്ലായിരുന്നു. പ്രിയങ്കരമായ പ്രകൃതം, ശാന്തം, സ്വച്ഛം. പക്ഷെ എനിക്ക് അവനെ ഇന്ന് കാണാൻ പോലും കിട്ടുന്നുണ്ടോ? അവൻ്റെ ശരീരം നോക്കൂ, വാരിയലുകൾ എണ്ണിയെടുക്കാം. ആരുണ്ട് നോക്കാൻ, ഭക്ഷണം കഴിപ്പിക്കാൻ? ഒരു നേരം എനിക്ക് ആഹാരം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എണ്ണ തേപ്പിച്ച് ഒന്ന് കുളിപ്പിക്കാനുള്ള എൻ്റെ അവകാശം പോലും പോയില്ലേ? ഓമന മകനെ, കൃഷ്ണമണി പോലെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒന്ന് ഓമനിക്കാൻ പറ്റാത്ത അമ്മയുടെ വേദന ആലോചിക്കൂ. കണ്ണീരൊഴുക്കി നെടുവീർപ്പിട്ട് അമ്മ തുടർന്നു. ഭക്തന്മാർ കൂട്ടം കൂട്ടമായി വരുമ്പോൾ ഭയന്ന് എൻ്റെ നെഞ്ചിടിക്കുകയാണ്. പണ്ട് ഇവിടെയുള്ള കുറെ രാക്ഷസന്മാർ അവന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. അവൻ അന്ന് അത് ഛർദ്ദിച്ചു കളഞ്ഞില്ലായിരുന്നെങ്കിൽ, ഹോ, അത് ചെയ്ത ബ്രാഹ്മണ സ്ത്രീക്ക് അവൻ മാപ്പ് കൊടുത്തു. ഒരു കുഞ്ഞിനോട് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞവർക്ക് ഇപ്പോഴെന്താ ചെയ്തുകൂടാത്തത്? തലയിണയിൽ മുഖം അമർത്തി ഏങ്ങലടിക്കുന്ന ഈശ്വരാമ്പയെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ സുശീല അമ്മ തരിച്ചു നിന്നു. ഓം തത്സത്ത്.